ഫസ്റ്റ് റൗണ്ട് റിപ്പോർട്ടർ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയ രോഗിക്ക് ദുരനുഭവം. കൊല്ലം അഞ്ചൽ സ്വദേശി ആരിഫ ബീവിക്ക് ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ കാർഡിയോ ഒപിയിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കണം. എന്നാൽ സർട്ടിഫിക്കറ്റിനായി 25-ാം തീയതി വരാനാണ് അധികൃതരുടെ നിർദ്ദേശം. ഇതോടെ ആശങ്കയിലാണ് 68-കാരിയായ ആരിഫ ബീവിയും കുടുംബവും. വളരെ ബുദ്ധിമുട്ട്. എനിക്കാണെങ്കിൽ ഒരു മോന് കൈയില്ല, അവനൊരു കണ്ണിന് കാഴ്ചയില്ല, ഒരു നിവൃത്തിയില്ല. ഇനിയിപ്പോൾ എത്ര രൂപ വേണം ഒരു വണ്ടി ഓടിച്ച് പോകണമെങ്കിൽ? ഇവിടുന്നൊരു വണ്ടി വിട്ടു തരുമോ അവർ? എനിക്ക് വലിയ വേദന അനുഭവിക്കുക. വീട്ടിൽ ചെന്നാലും ഊറിപ്പം കക്കൂസൊന്നും ഇല്ല. ഇവിടെ വന്ന് നമുക്കൊരു അത്യാവശ്യം ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മതി ഹൃദയത്തിൻ്റെ. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേന് കാർഡിയോളോ ഈ അത്യാവശ്യത്തിൽ നിന്ന് അവിടെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അവിടെ നിന്ന് ഈ ട്രോളിക്കകത്ത് ഈ OPയുടെ 2ാമത്തെ നിലയിൽ പോകണമായിരുന്നു. 2 മണിക്കൂർ കൊണ്ട് വരേണ്ട സംഭവമായിരുന്നു. ഇവിടുന്ന് ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വിട്ടുക. ഇതിപ്പോൾ ഇത് എമർജൻസി ഓപ്പറേഷൻ വേണം. കാര്യം എന്ന് പറഞ്ഞാൽ 2 കാലും ഫ്രാക്ചറുള്ളത് സംഭവിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അപ്പോൾ അനസ്തേഷ്യ ഡോക്ടർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ചീരങ്കാവ് ഹോസ്പിറ്റലിൽ കാർഡിയോ ഇല്ല. ചീരങ്കാവിൽ കാർഡിയോ ഇല്ല. അപ്പോൾ കാർഡിയോടെ നമ്മളൊരു സർട്ടിഫിക്കറ്റ് മാത്രം മതി ഓപ്പറേഷന്. അപ്പോൾ ഇവർ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുക. ഇന്നിപ്പോൾ പറഞ്ഞപ്പോൾ 25-ാം തീയതിയാണ് ആദ്യം ഡേറ്റ് ഇട്ട് തന്നെ. അപ്പോൾ ഇതിപ്പോൾ ഉടൻ ശസ്ത്രക്രിയ ചെയ്യേണ്ട കേസാണ്. അങ്ങനെ 2ാമത് ഡോക്ടറെ കയറി കണ്ട് കാര്യം പറഞ്ഞപ്പോൾ അത് 8-ാം തീയതി ആക്കി തന്നു. ഇനിയും വണ്ടി വിളിച്ച് പറഞ്ഞാൽ ഇനി കൊണ്ടുപോകണമെങ്കിലും വണ്ടി വിളിക്കണം. നമുക്കതിനുള്ള നിവൃത്തിയുള്ള കൂട്ടത്തിലുമല്ല. അരുൺ സോളമൻ നമുക്കൊപ്പം. അരുൺ സോളമൻ, ഈ ശസ്ത്രക്രിയ അടിയന്തര ശസ്ത്രക്രിയ തന്നെയല്ലേ? അതോ ഈ ഫിറ്റ്നസ് ഒക്കെ നോക്കിയിരിക്കുമ്പോഴേക്കും ആ രോഗിയുടെ അവസ്ഥ എന്താകുമെന്നത് ചിന്തിക്കാത്ത രീതിയിലാണോ ഈ ശസ്ത്രക്രിയയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടും കാർഡിയോ വിഭാഗം പെരുമാറുന്നത്? സുജയ, കൊല്ലത്ത് നിന്നാണ്. കൊല്ലം അഞ്ചൽ സ്വദേശിയാണ് ആരിഫ ബീബി. ഒരാഴ്ചയ്ക്ക് മുൻപ് വീട്ടിന്റെ പരിസരത്ത് വീണ് 2 കാലുകളും ഒടിവ് പറ്റിയിരുന്നു. തുടർന്ന് കൊല്ലത്തെ തന്നെ ചീരങ്കാവ് ESI ഹോസ്പിറ്റലിലാണ് ആദ്യം ചികിത്സ തേടിയത്. അവിടെ കാർഡിയോ OP ഇല്ലാത്തതുകൊണ്ട് തന്നെ നിലവിൽ അവർക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ഈ തുടർന്നുള്ള ഇരു കാലുകളിലും ശസ്ത്രക്രിയ അടിയന്തരമായി നടത്തണമെന്ന് ചീരങ്കാവ് ഹോസ്പിറ്റലിൽ ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തിയത്. പക്ഷേ മെഡിക്കൽ കോളേജിൽ എത്തിയതിനു ശേഷം കാർഡിയോ OP ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ആദ്യം കൊടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് ഈ മാസം 25-ാം തീയതിയാണ് എക്കോ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ നിർദ്ദേശിച്ചത്. ഇത്രയും ദിവസം എടുത്ത് ആരിഫ എന്ന് പറയുന്ന അമ്മയ്ക്ക് തന്നെ 68 വയസ്സുണ്ട്. 2 കാലും പൊട്ടലേറ്റ് ശരീരത്തിൽ വേദനയേറ്റാണ് ഇവിടെ തിരുവനന്തപുരത്ത് എത്തിയത്. പക്ഷേ ഈ രാവിലെ 4-5 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് തട്ടിക്കളിക്കുന്നതിനപ്പുറം ഒരു ഡേറ്റ് കൊടുത്തിരുന്നത് 25-ാം തീയതി. ഒടുവിൽ ആ കുടുംബം കരഞ്ഞ് അപേക്ഷിച്ചതിന് ശേഷം 8-ാം തീയതിയാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് ചീരങ്കാവിൽ നിന്ന് അവരെത്തിയത്. ഇന്ന് എക്കോ ടെസ്റ്റിംഗ് കഴിഞ്ഞ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വാങ്ങി ചീരങ്കാവിൽ നാളെ ശസ്ത്രക്രിയ നടത്താമെന്ന് കരുതിയാണ് ആ കുടുംബം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയത്. പക്ഷേ ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ സിസ്റ്റം ശരിയല്ല എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം ശരിയാക്കാനാണ് പൊതുജനങ്ങൾ ഒരു വകുപ്പിന് ഒരു മന്ത്രിയെ തിരഞ്ഞെടുത്തത്. പക്ഷേ മന്ത്രി ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദകരമായിട്ടുള്ള കാര്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഒട്ടനവധി രോഗികൾ എത്തുന്നു. അതിലൊരു രോഗിയാണ് ആരിഫ എന്ന് പറയുന്ന ഉമ്മ. എന്തായാലും ആ ഉമ്മയ്ക്ക് വലിയൊരു തിക്ത അനുഭവമാണ് നേരിട്ടത്. അവർ കൂടെ വന്ന മകന് ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത മകൻ കൂടിയാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ തന്നെ ഈ ട്രോളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിനപ്പുറം ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി 8-ാം തീയതി വീണ്ടും ആ കുടുംബം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്ന് എക്കോ ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങി മടങ്ങിപ്പോകണമെങ്കിൽ ഒരു ഭാരിച്ച ചെലവ് തന്നെ ആ കുടുംബത്തിനുണ്ട്. കാരണം ഒരു നിർധരായിട്ടുള്ള ഒരു കുടുംബമാണ്. ഇങ്ങനെ സാധാരണക്കാർ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു രോഗി വരുമ്പോൾ അവരെ കൃത്യമായിട്ട് ചികിത്സിക്കാൻ പോലും ഡോക്ടർമാരോ അതിന് വേണ്ട സംവിധാനങ്ങളോ ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പല വാർഡുകളും കിടക്കകൾക്ക് പോലും വലിയ ക്ഷാമമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ എക്കോ ടെസ്റ്റ് നടത്താനുള്ള സംവിധാനം തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ 25-ാം തീയതി എങ്ങനെയായിരിക്കും ഒരു ഡോക്ടർ ഡേറ്റ് കൊടുക്കുക? കാരണം 2 കാലുകളും പൊട്ടലേറ്റ ഒരു രോഗിക്ക് വളരെ വേഗം തന്നെ വളരെ അടിയന്തരമായിട്ട് ചികിത്സ അല്ലെങ്കിൽ ആ ശസ്ത്രക്രിയ നടത്തേണ്ടതാണ്. അത് ഡോക്ടറിന് അറിയാത്ത കാര്യവുമല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വളരെ വേഗം എക്കോ ടെസ്റ്റ് ചെയ്ത് ആ രോഗിക്ക് വേണ്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം, അതിന്റെ ഒരു കടമ ആ ഡോക്ടറിനുണ്ട്. ആ ഡോക്ടറിന് അറിയാത്ത ഒരു കാര്യമല്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കും ആ ഡോക്ടർ 25-ാം തീയതി ഡേറ്റ് ഇട്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ ആശുപത്രിയിൽ എക്കോ ടെസ്റ്റ് നടത്താനുള്ള മതിയായ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. കാരണം ധാരാളം പേരാണ്, പ്രതിദിനം ആയിരക്കണക്കിന് ആൾക്കാരാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. പ്രത്യേകിച്ചും കാർഡിയോ പോലുള്ള ഓർത്തോ പോലുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ ധാരാളം രോഗികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ എക്കോ ടെസ്റ്റ് പോലുള്ള സംവിധാനങ്ങൾ കൂടുതലായിട്ട് വിപുലപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ
കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞ് സിസ്റ്റത്തെ മാത്രം പഠിച്ച് ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി ഇങ്ങനെ ഒഴിഞ്ഞു മാറുമ്പോൾ പൊതുജനങ്ങൾ തെരുവിൽ നെട്ടോട്ടമോടുന്ന, ആശുപത്രികളിൽ വന്നാൽ നെട്ടോട്ടമോടുന്ന ഒരു കാഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാണുന്നത്. കാരണം ഇവിടുത്തെ വാർഡുകളിൽ പോലും ആളുകളെ മൃതദേഹങ്ങൾ അടുക്കിയിട്ടിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. ശുചിമുറിയിൽ സഹിതം ഇവിടുത്തെ പല രോഗികളും സംസാരിക്കുമ്പോൾ പറയുന്നത് ശുചിമുറിയുടെ പരിസരത്ത് സമീപത്ത് പോലും കിടന്നുറങ്ങേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് രോഗികളുടെ അവസ്ഥ മാറിയിരിക്കുന്നു. ഇവിടുത്തെ 2 കെട്ടിടങ്ങളാണ് സുജയ. മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി അടക്കമുള്ള കെട്ടിടങ്ങൾക്ക് സമീപമുള്ള പഴയ 2 കെട്ടിടങ്ങൾ പൊളിച്ചപ്പോൾ ധാരാളം വാർഡുകൾ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിയിലാണിപ്പോൾ. അതുകൊണ്ട് തന്നെ മതിയായ സംവിധാനങ്ങളില്ല, മതിയായ വാർഡുകളില്ല, മതിയായിട്ടുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങളോ മരുന്നുകളോ ഇല്ലാതെ ഇവിടെ വരുന്ന ഓരോ രോഗികളും ഇപ്പോൾ നെട്ടോട്ടം ഓടുന്ന സ്ഥിതിയാണ് സുജയ നമുക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ആരിഫ ബീബിക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു ദുരനുഭവം. ഓക്കെ, അരുൺ സോളമനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.